नमस्ते दोस्तों, हिंदी वेद में आप सबका स्वागत है। तो इन्नते वीडियोയിലോട്ട് നമുക്ക് കടക്കാം। ചോദ്യം, प्रेमचंद द्वारा हिंदी में मूल रूप से लिखा गया पहला उपन्यास। ആൻസർ വരുന്നത് കായാകൽപ്പാണ്. ഇനി പ്രേംചന്ദിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുകയാണ്. ഹിന്ദിയുടെ ഉപന്യാസ സമ്രാട്ട് എന്ന് പറയുന്നത് പ്രേംചന്ദാണ്. പ്രേംചന്ദിൻ്റെ ജന്മം എന്ന് പറയുന്നത് വാരണാസിക്ക് പാസ് ലംഹി നാമക് ഗ്രാമത്തിലാണ്. പ്രേംചന്ദിൻ്റെ ഭാര്യയുടെ പേര് ശിവറാണി ദേവി. പ്രേംചന്ദിൻ്റെ മൃത്യു ഒക്ടോബർ 1936 വാരണാസിയിലാണ്. പ്രേംചന്ദിൻ്റെ യഥാർത്ഥ നെയിം എന്ന് പറയുന്നത് ധൻപത് റായ് ആണ്. ഉറുദുവിൽ നവാബ് റായ് എന്നുള്ള പേരിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. പ്രേംചന്ദ്ക്ക് സർവശ്രേഷ്ഠ രചന എന്ന് ചോദിച്ചാൽ ഗോദാനാണ്. പ്രേംചന്ദിൻ്റെ ആദ്യ കഹാനി സംഗ്രഹമാണ് സോജേവദൻ. നവാബ് റായ് എന്ന പേരിൽ എഴുതിയ ആദ്യ കഹാനി സംഗ്രഹം എന്ന് ചോദിച്ചാലും സോജേവദനാണ്. പ്രേംചന്ദിൻ്റെ ആദ്യ പബ്ലിഷ്ഡ് ആയിട്ടുള്ള കഹാനി എന്ന് ചോദിച്ചാൽ ദുനിയാ കാ സബ്സെ അൻമോൾ രത്നാണ്. പ്രേംചന്ദിൻ്റെ ആദ്യ ഈ പ്രകാശിത കഹാനിയായ ദുനിയാ കാ സബ്സെ അൻമോൾ രത്ന ഏത് കഹാനി സംഗ്രഹിലാണ് സങ്കലിതമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സോജേവദനിലാണ്. പ്രേംചന്ദിൻ്റെ കഹാനികൾ ഏത് പേരിലാണ് പബ്ലിഷ് ആയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഹാനി കളക്ഷൻ മാനസരോവർ എന്നുള്ള പേരിൽ 8 പാർട്ടായിട്ടാണ് പബ്ലിഷ് ആയിട്ടുള്ളത്. പിന്നെ ആരുടെ ആഹ്വാനത്തിലാണ് പ്രേംചന്ദ് തൻ്റെ ജോലി ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ. പ്രേംചന്ദ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ആദ്യത്തെ കഹാനി ഏതാണെന്ന് ചോദിച്ചാൽ അത് വരിക ബഡേ ഘർ കി ബേട്ടിയാണ്. പ്രേംചന്ദിൻ്റെ അന്തിമ കഹാനി കഫനാണ്. പ്രേംചന്ദ് ഉറുദുവിൽ നവാബ് റായ് എന്നുള്ള പേരിൽ എഴുതിയിരുന്നു. പ്രേംചന്ദിൻ്റെ ആദ്യ ഹിന്ദി കഹാനി ഏതാണെന്ന് ചോദിച്ചാൽ സൗത്താണ്. ഇനി ആരാണ് പ്രേംചന്ദിന് പ്രേംചന്ദ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജമാന പത്രികയിലെ സമ്പാദകയായ മുൻഷി ദയാനാരായൺ നിഗമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, द्विवेदी युग के किस कवि को राष्ट्रकवि का सम्मान दिया गया? उत्तर മൈഥിലി ശരൺ ഗുപ്ത്. മൈഥിലി ശരൺ ഗുപ്തുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1886 ഈസ്വിയാണ്. ജന്മസ്ഥാൻ ചിർഗാവ് ഝാൻസിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപനാം എന്ന് പറയുന്നത് ദദ്ദായാണ്. അദ്ദേഹത്തെ ആധുനിക കാൽക്ക തുളസീദാസ് എന്ന് ഗണപതി ചന്ദ്രഗുപ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഋഷികേശ്, രസിക് ബിഹാരി മധുബ് എന്നൊക്കെ വേറെ പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ദ്വിവേദി യുഗത്തിലെ ഏറ്റവും പുനരുദ്ധാനവാദി കവി എന്നറിയപ്പെട്ടിരുന്നു. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ആദ്യ കവിതയായ ഹേമന്ത് അത് സരസ്വതിയിൽ പ്രകാശിതമായിട്ടുണ്ട്. അദ്ദേഹം 2 മഹാകാവ്യങ്ങളും 17 ഖണ്ഡകാവ്യങ്ങളാണ് എഴുതിയത്. രംഗ് മേ ഭംഗ്, ജയദ്രഥവധ്, ഭാരത് ഭാരതി, പഞ്ചവടി, സാകേത്, യശോധര, ദ്വാപർ, ജയഭാരത്, വിഷ്ണുപ്രിയ ഇതൊക്കെയാണ് രചനകൾ. മൈഥിലി ശരൺ ഗുപ്ത് മൈക്കിൾ മധുസൂദനൻ ദത്തിൻ്റെ രചനകളുടെ ട്രാൻസ്ലേഷൻ മധുബ് എന്ന ഉപനാമത്തിൽ ചെയ്തിട്ടുണ്ട്. ഭാരത് ഭാരതി രചിച്ചതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ രാഷ്ട്രകവി എന്നുള്ള ഉപാധി സെ വിഭൂഷിത് കിയാത. ഭാരത് ഭാരതി എന്ന് പറയുന്ന രചന കാവ്യസംഗ്രഹായ മുസദ്ദി ഹാലിൽ ആധാരിതമായിട്ടാണ് പറയപ്പെടുന്നത്. ആദ്യം ഗുപ്തജിയുടെ രചനകളെല്ലാം വൈശ്യോങ്കാരക പത്രിക കൊൽക്കത്തയിൽ നിന്ന് ഇറങ്ങിയിരുന്നത് അതിലായിരുന്നു പബ്ലിഷ് ആയിക്കൊണ്ടിരുന്നത്. അടുത്ത ചോദ്യം, ജയശങ്കർ പ്രസാദ് की പ്രഥമ കഹാനി कौन सी है? ആൻസർ ഗ്രാമാണ്. നമ്മൾ ജയശങ്കർ പ്രസാദിനെ കുറിച്ച് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, ഭാരതേന്ദു കൃത് അന്തർ നഗരി കേസി രചന ഹെ? ആൻസർ പ്രഹസൻ. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ നാടകം നോക്കാം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രയ്ക്ക് പ്രമുഖ മൗലിക നാടകമാണ് ഇനി പറയാൻ പോകുന്നത്. വൈദികി ഹിംസ ഹിംസാന ഭവതി അത് പ്രഹസനാണ്. വിഷസ്യം വിഷമൌഷധം അത് ബാണാണ്. പ്രേമയോഗിനി ഒരു നാട്ടികയാണ്. ചന്ദ്രാവലി നാട്ടികയാണ്. ഭാരത ദുർദർശന നമുക്ക് നാട്യ രാസകിയ ലാസ്യരൂപകം. ഇതിൽ മൂന്നിലേത് എഴുതിയാലും കറക്റ്റാണ്.
നീൽദേവി ഗീതി രൂപകാണ്. അന്ധേർനഗരി പ്രഹസനാണ്. സതിപ്രതാപ് പൗരാണിക നാടകമാണ്. ഇനി ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള, അതായത് അനുദിത നാടകം ഏതൊക്കെയാണെന്ന് നോക്കാം. രത്നാവലി, വിദ്യാസുന്ദർ, പാഖണ്ഡ് വിഡംബൻ, ധനഞ്ജയ് വിജയ്, മുദ്രാരാക്ഷസ്, ദുർലഭ് ബന്ധു, കർപ്പൂരമഞ്ജരി, സത്യഹരിശ്ചന്ദ്ര, ഭാരത് ജനനി. അടുത്ത ചോദ്യം, ജയശങ്കർ പ്രസാദ് की अंतिम रचना कौन सी है? ആൻസർ കാമായനി. കാമായനിയായി ബന്ധപ്പെട്ടുള്ള, പ്രസാദുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. भारतेंदु युग में किस उपन्यास को पढ़ने के लिए लोगों ने हिंदी सीखना ज़रूरी समझा? ആൻസർ ചന്ദ്രകാന്ത സന്തതി. ചന്ദ്രകാന്ത സന്തതി ദേവകി നന്ദൻ ഖത്രിയുടെ നോവലാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. देवकी नंदन खत्री पर उर्दू की दास्तान परंपरा का प्रभाव है. उन्होंने तिलस्मी, होशरूबा से लेकर चंद्रकांता सन्तति, भूतनाथ, नरेंद्र मोहिनी, वीरेंद्र वीर, कुसुम कुमारी जैसे रहस्य रोमांच से भरे उपन्यासों की रचना की. खत्री जी के उपन्यासों का संसार तिलस्मी और अय्यारी से भरपूर, उर्दू दास्तानों और प्राचीन भारतीय राजकुमार राजकुमारियों की प्रेम कथाओं से निर्मित ऐसा संसार है जिसमें सब कुछ अतार्किक, जादुई और चमत्कारपूर्ण है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവൽ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ തിലസ്മി അയ്യാരി വിഭാഗമാണ്. അടുത്ത ചോദ്യം, സരസ്വതി പത്രികാക്ക് സമ്പാദക് കോൺ ഥേ? ആൻസർ ശ്യാം സുന്ദർ ദാസ്. സരസ്വതി പത്രികയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് പറയാൻ പോകുന്നത്. इस पत्रिका का प्रकाशन इंडियन प्रेस प्रयाग से सन 1900 ईस्वी के जनवरी मास में प्रारंभ हुआ था. उस समय सरस्वती पत्रिका का एक संपादक मंडल था जिसमें श्याम सुंदर दास, राधा कृष्ण दास, जगन्नाथ दास रत्नाकर, किशोरीलाल गोस्वामी आदि प्रमुख हैं. इस संपादक मंडल ने 1 वर्ष तक सरस्वती का संपादन किया. इसके पश्चात 2 वर्षों तक सरस्वती का संपादन श्याम सुंदर दास ने किया. तत्पश्चात അതിനുശേഷം 1903 തൊട്ട് 1920 വരെ സരസ്വതി പത്രികയുടെ സമ്പാദനം ചെയ്തത് മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം, സൂർദാസ് പ്രേംചന്ദ് के किस उपन्यास का पात्र है? ആൻസർ രംഗഭൂമി. പ്രേംചന്ദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപന്യാസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുകയാണ്. പ്രേംചന്ദ് के उपन्यास. प्रेमचंद का पहला उपन्यास कौन सा है? सेवा सदन. सेवा सदन की मुख्य समस्या कौन सी है? भारतीय नारी की पराधीनता അല്ലെങ്കിൽ വേശ്യാപ്രഥ. सेवा सदन में किसकी कहानी वर्णित है? एक नारी के वेश्या बनने की कहानी. किसान जीवन पर लिखा पहला उपन्यास कौन सा है? प्रेमाश्रम. प्रेमचंद के किस उपन्यास को विश्व साहित्य में महत्वपूर्ण स्थान है? गोदान. प्रेमचंद का अधूरा उपन्यास कौन सा है? मंगलसूत्र. निर्मला उपन्यास की मुख्य समस्या क्या है? दहेज प्रथा और अनमेल विवाह. प्रेमचंद के प्रमुख उपन्यास सेवा सदन, प्रेमाश्रम, रंगभूमि, कर्मभूमि, गबन, निर्मला, कायाकल्प, वरदान, गोदान आदि. मंगलसूत्र किसने पूरा किया? उनके पुत्र अमृत राय. देशभक्ति की भावना से ओतप्रोत रचना सोजयवदन. प्रेमचंद की कालजयी रचना कौन सी है? गोदान. ഇത്രയാണ്. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.